My bigger dream is the ambassadorship of Malayalam cinema. നാളെ ഞാൻ കാരണം മലയാള സിനിമ 4 പേർ കൂടുതൽ അറിഞ്ഞാൽ അതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം. നാളത്തെ പത്രത്തിൽ തന്നെ കേറും നിന്റെ വാർത്ത. മലയാള സിനിമയുടെ അംബാസഡർഷിപ്പ് വേണമെന്ന് പൃഥ്വിരാജ് പറയുന്നത് 2025-ലല്ല, 2006-ൽ 19 വർഷങ്ങൾക്ക് മുൻപാണ്. ശരിയാ, എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങിക്കിടപ്പെടുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 20 വർഷത്തിന് ശേഷമുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള ചിത്രം താങ്കൾക്ക് തന്നെ ഒന്ന് പറയാം. ആഗ്രഹങ്ങളെ പറയാൻ പറ്റുള്ളൂ. സാറേ പറ സാറേ. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിലെ സിനിമകളിൽ ഞാൻ മാത്രമായിരിക്കില്ല അഭിനയിക്കുന്നത്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. എനിക്ക് ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നഷ്ടമൊന്നും ആയില്ലെങ്കിൽ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ എൻ്റെ പേർക്ക് ഉണ്ടാകണം എന്നെനിക്ക് ആഗ്രഹമാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പം ഈ സിനിമയുടെ മറ്റു മേഖലകളിലേക്ക് പോകുമെന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഒരു സംശയമില്ല. അഭിനയത്തിൽ തന്നെ നിൽക്കും എന്ന് ഉറപ്പില്ലാത്തത് എന്തുകൊണ്ടാണ്? കഴിവ് അതങ്ങനെ കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. ഉദാഹരണത്തിന് എന്റെ കഴിവ് ഞാൻ ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. കാരണം ഈ മാധ്യമത്തിന്റെ ക്രിയേറ്റിവിറ്റിയുടെ ഹൈ പോയിന്റ് എന്ന് പറയുന്നത് സിനിമാ സംവിധാനമാണ്. സ്വന്തം സിനിമയ്ക്ക് രൂപം നൽകുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ മാധ്യമത്തിലുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഹൈ പോയിന്റ്. അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാ. ആ ഹൈ പോയിന്റിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എൻ്റെ ഒരു വളരെ വലിയ ആഗ്രഹം. അല്ല, ഒരുപക്ഷെ 80 or 90 സിനിമകൾ വളരെ ചെറുപ്പത്തെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു റേഞ്ച് താങ്കൾക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു പേടിയുണ്ടോ? ഇല്ല. പേടിയോ? ഈ കൊട്ടാരം വീടലോ? പേടിയെന്നൊരു വാക്ക് എന്നിൽ നിഘണ്ടനമില്ലടോ. അതിനുശേഷമാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്റെ റേഞ്ചിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. എനിക്കൊരു 30 വയസ്സായി കഴിഞ്ഞ് ഞാനൊരു മധ്യവയസ്കനായി കഴിഞ്ഞാൽ, ഒരു 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്ക് എന്റെ മുമ്പിൽ സാധ്യതകൾ തുറക്കപ്പെടുന്നത്. ശരിക്കും എന്നാൽ മാറ്റടാ ഗിയർ. അവിടെ ആയിരിക്കും ശരിക്കും ഞാനെന്ന് പറയുന്ന നടന്റെ ഒരുപാട് ഡയമെൻഷൻസ് പ്രേക്ഷകന് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇനിയും കുറച്ച് അകലെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ അഭിനയം എന്നുള്ളത് ഒരു കലയാണ്. ഞാൻ അഭിനയത്തിനോടല്ല എൻ്റെ അഭിനിവേശം. എൻ്റെ അഭിനിവേശം സിനിമയോടാണ്. ഒരു പക്ഷെ അവിടെ ആയിരിക്കും മറ്റൊരു നടനിൽ നിന്നും ഞാൻ വ്യത്യസ്തനാകുന്നത്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.